ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട കീമയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പെട്ടെന്ന് ജോലിക്ക് പോയി വന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ എഗ് കീമ ഉണ്ടാക്കാനുള്ള മുട്ടയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു എഗ് സ്ലൈസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോപ്പിംഗ് ബോളിൽ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു 6 മുട്ടയാണ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനായിട്ട് വേണ്ടത് 2 മീഡിയം സവാള ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 മീഡിയം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ബേ ലീവ്സ് കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 2 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ഏലക്ക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളകും ചേർത്ത് പൊട്ടിക്കണം. മസാലകൾ പൊട്ടിയൊരു നല്ല മണമൊക്കെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് ചെറുതായി കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ അതിൽ കാണിച്ചിട്ടില്ലായിരുന്നു. ഇതെങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ല ടേസ്റ്റും നല്ലൊരു കളറും കിട്ടും. സോസ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സോസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം മൂത്തൊരു നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. പക്ഷേ ഗ്രേവി കൂടുതലില്ലാതെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങളോട് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കൂടുതൽ മിക്സ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം കൂടുതൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയെല്ലാം വല്ലാതെ ഉടഞ്ഞു പോകും. അപ്പോൾ കറി കാണാനായിട്ട് അത്ര ഭംഗി കാണില്ല. അതുകൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് ഇതിൻ്റെ പുറത്ത് വിതറി കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കധികം മസാല ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് കീമ റെഡിയായി കഴിഞ്ഞ് അവസാനം കറിയുടെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായ മുട്ട കീമ റെഡിയായി കഴിഞ്ഞാൽ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.